നമസ്കാരം. ഇത്തവണ ഒറ്റയ്ക്ക് ഭൂരിപക്ഷമില്ലാതിരുന്നിട്ടും കഴിഞ്ഞ 10 കൊല്ലത്തിന്റെ തഴമ്പ് തടവുന്നതിൽ വ്യഗ്രത കാണിക്കുന്ന നരേന്ദ്രമോദിക്കും കൂട്ടർക്കും കടുത്ത മത്സരം വാഗ്ദാനം ചെയ്ത് പ്രതിപക്ഷ ഇന്ത്യ സഖ്യം ലോക്സഭാ സ്പീക്കർ സ്ഥാനത്തേക്ക് മത്സരിക്കാൻ തന്നെ തീരുമാനിച്ചു. കോൺഗ്രസ് MP കൊടിക്കുന്നിൽ സുരേഷാണ് ഇന്ത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി. കൊടിക്കുന്നിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. രാജ്യത്ത് ഇതാദ്യമായിട്ടാണ് ലോക്സഭാ സ്പീക്കർ സ്ഥാനത്തേക്ക് മത്സരമുണ്ടാകുന്നത്. സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം ഇതേവരെ സ്പീക്കർ സ്ഥാനത്തേക്ക് സമവായത്തോടെ തിരഞ്ഞെടുക്കുകയായിരുന്നു പതിവ്. ഇത്തവണയും സ്പീക്കർ സ്ഥാനത്തേക്ക് സമവായത്തിന് കേന്ദ്ര സർക്കാർ പ്രതിപക്ഷ നേതാക്കളുമായി ചർച്ച നടത്തിയിരുന്നു. കേന്ദ്രമന്ത്രി രാജ്നാഥ് സിംഗ്, കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ, DMK അധ്യക്ഷൻ MK സ്റ്റാലിൻ, തൃണമൂൽ കോൺഗ്രസ് അധ്യക്ഷ മമതാ ബാനർജി തുടങ്ങിയവരുമായി ചർച്ച നടത്തി. എന്നാൽ ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം പ്രതിപക്ഷത്തിന് അനുവദിക്കുന്നതാണ് നാളിതുവരെ തുടർന്നു വന്നിട്ടുള്ള കീഴ്വഴക്കമെന്നും അതിനാൽ ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം പ്രതിപക്ഷത്തിന് നൽകാൻ കേന്ദ്ര സർക്കാർ തയ്യാറാകണമെന്നും കോൺഗ്രസ് ആവശ്യപ്പെട്ടു. ഇതിന് വഴങ്ങാൻ BJP തയ്യാറാകാതിരുന്നതോടെയാണ് ഇന്ത്യ മുന്നണി മത്സരിക്കാൻ തീരുമാനിച്ചത്. BJP നേതാവ് ഓം ബിർളയാണ് NDAയുടെ ലോക്സഭാ സ്പീക്കർ സ്ഥാനാർത്ഥി. ലോക്സഭാ സ്പീക്കർ സ്ഥാനാർത്ഥി സംബന്ധിച്ച സമവായത്തിനായി കേന്ദ്ര സർക്കാർ നടത്തിയ നീക്കം ലക്ഷ്യം കാണാതെ പോയത് ഭരണകക്ഷിയുടെ പിടിവാശി ഒന്നുകൊണ്ട് മാത്രമാണ്. സ്പീക്കർ സ്ഥാനത്തേക്ക് NDA സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കണമെന്നാണ് അവരുടെ ആവശ്യം. ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം പ്രതിപക്ഷത്തിന് അനുവദിക്കുന്നതാണ് നാളിതുവരെയുള്ള കീഴ്വഴക്കം എങ്കിലും സ്പീക്കർ സ്ഥാനം പ്രതിപക്ഷത്തിന് നൽകാൻ കേന്ദ്ര സർക്കാർ തയ്യാറാകണമെന്ന് കോൺഗ്രസ് ആവശ്യം മുന്നോട്ട് വെച്ചു. എന്നാൽ ഇതിന് കേന്ദ്ര സർക്കാർ വ്യക്തമായ മറുപടി നൽകിയിട്ടില്ലെന്നാണ് സൂചന. DMKക്ക് ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം നൽകി ഇന്ത്യ മുന്നണിയിൽ വിള്ളലുണ്ടാക്കാൻ BJP ശ്രമിക്കുന്നതായും റിപ്പോർട്ടുകളുണ്ട്. സ്പീക്കർ സ്ഥാനാർത്ഥിത്വത്തിൽ സമവായത്തിനായി BJPയുടെ നേതൃത്വത്തിലും ചർച്ചകൾ നടക്കുന്നുണ്ട്. NDA മുന്നണിയിലെ ഘടകകക്ഷികളുമായി കേന്ദ്രമന്ത്രി അമിത്ഷായുടെ നേതൃത്വത്തിൽ ചർച്ച നടന്നു. മഹാരാഷ്ട്രയിലെ NDA സഖ്യകക്ഷികളുടെ പിന്തുണയും തേടിയിട്ടുണ്ട്. കേന്ദ്രഭരണത്തിൽ പങ്കാളികളായ JDUവും TDPയും BJP സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. സ്പീക്കർ സ്ഥാനത്തേക്ക് BJP ലോക്സഭാ മുൻ സ്പീക്കർ ഓം ബിർളയുടെ പേരിനാണ് മുൻഗണന നൽകുന്നതെങ്കിലും അദ്ദേഹത്തിന്റെ പേരിൽ എതിർപ്പുകൾ ശക്തമായാൽ ബീഹാറിൽ നിന്നും 7 തവണ MP-യായ രാധാമോഹൻ സിംഗ്, ആന്ധ്രാപ്രദേശ് BJP സംസ്ഥാന പ്രസിഡന്റ് കൂടിയായ D പുരന്ദരേശ്വരി, പാലി MP PP ചൗധരി തുടങ്ങിയവരുടെ പേരുകളും പരിഗണിക്കുന്നുണ്ട്. നാളെയാണ് സ്പീക്കർ തെരഞ്ഞെടുപ്പ് നടക്കുക. ലോക്സഭാ സ്പീക്കർ തെരഞ്ഞെടുപ്പിൽ NDA സ്ഥാനാർത്ഥിക്ക് പിന്തുണ തേടി BJP പ്രതിപക്ഷമായ ഇന്ത്യ മുന്നണിയിലെ കോൺഗ്രസ് ഇതര സഖ്യകക്ഷികളെയാണ് ബന്ധപ്പെടുന്നത്. ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം ഇന്ത്യ മുന്നണിയിലെ DMKക്ക് നൽകാമെന്ന് വാഗ്ദാനം നൽകിയതായും റിപ്പോർട്ടുണ്ട്. മഹാരാഷ്ട്രയിലെ NDA സഖ്യകക്ഷികളുടെ നേതാക്കളുമായി കേന്ദ്രമന്ത്രി അമിത്ഷാ സംസാരിച്ചു. ലോക്സഭാ സ്പീക്കർ തെരഞ്ഞെടുപ്പിൽ BJP സ്ഥാനാർത്ഥിക്ക് പിന്തുണ നൽകാമെന്ന് ഇവർ അമിത്ഷായെ അറിയിച്ചിട്ടുണ്ട്. അതിനിടെ സ്പീക്കർ സ്ഥാനത്തിനായി വാദിച്ചിരുന്ന TDP ഇപ്പോൾ ആവശ്യത്തിൽ നിന്നും പിന്നോട്ട് പോയി. സ്പീക്കർ സ്ഥാനത്തിനായി പാർട്ടി ശക്തമായ ആവശ്യം ഉന്നയിക്കില്ലെന്ന് ചന്ദ്രബാബു നായിഡു MP-മാരുടെ യോഗത്തിൽ പറഞ്ഞുവെന്നാണ് റിപ്പോർട്ട്. പാർലമെന്റിന്റെ സുഗമമായ നടത്തിപ്പിന് ഭരണ പ്രതിപക്ഷ വിഭാഗങ്ങളുടെ സമവായവും സഹകരണവും അഭിലഷണീയമാണെന്നിരിക്കെ ഡെപ്യൂട്ടി സ്പീക്കർ പദത്തിന് വേണ്ടി പോലും വിട്ടുവീഴ്ച കാണിക്കാൻ ഭരണപക്ഷം തയ്യാറാവാത്ത സാഹചര്യമാണ് ഇപ്പോൾ കാര്യങ്ങൾ സങ്കീർണമാക്കുന്നത്. പ്രതിപക്ഷ ബഹുമാനം തന്റെ അജണ്ടയിൽ ഇല്ലെന്ന് മോദി ഒരിക്കൽ കൂടി അടിവരയിടുമ്പോൾ ഭാവിയിൽ സഭാതലം പ്രക്ഷുബ്ധമായി തന്നെ തുടരുമെന്നുറപ്പ്.